ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരല്ലേ സാധനങ്ങൾ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ യാത്ര നമ്മുടെ കേരളപ്പഴയിലേക്കാണ്, ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ കുറെ നാളായി നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോയിട്ട്. അപ്പൊ ഇന്ന് അവിടെ ആനയൂട്ടും ഗണപതി ഹോമൊക്കെയാണ് കേട്ടാ. അപ്പൊ ഇന്ന് അവിടേക്കുള്ള യാത്രയാണ് കേട്ടാ. ഞാൻ യാത്രയുടെ വീഡിയോകളായിരിക്കും, പിന്നെ അവിടുത്തെ വീഡിയോകളായിരിക്കും ഇനി കാണാൻ പോണ കേട്ടാ. അപ്പൊ നമുക്ക് പോയാലോ. നമ്മൾ നമ്മുടെ ജങ്കാറിലാണ് പോണ കേട്ടാ. ഈ വണ്ടിയിലാണ് പോണത് നമ്മള്, മഴയുള്ള കാരണം. ഇതിൽ നമ്മൾ പോണ കേട്ടാ. അങ്ങനെ എല്ലാ കൊല്ലം വരുന്നത് പോലെ തന്നെ ഞങ്ങൾ അടിവാരത്ത് ഗണപതി കോവിലിൽ എത്തിയിട്ടാണ്. ഗണപതി കോവിലിൽ തൊഴാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ മിന്നൂസും ഷാലൂസും ഗണപതി കോവിലിൽ തൊഴാൻ പോകാൻ കേട്ടോ. ഞാൻ ആ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയില്ല. അപ്പം അങ്ങനെ ഞങ്ങളിനി മെല്ലെ കയറാൻ പോകാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ചവിട്ടുമടിക്ക് കയറാം. അപ്പോൾ വരും വഴിക്കന്നെ കുറേ ആൾക്കാർ നമ്മൾ പരിചയമുള്ളവർ കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ മെല്ലെ കയറുന്നത് കേട്ടോ. സ്ഥിരം കയറാറുള്ള മാതിരി തന്നെ കേരള പഴനിക്കുള്ള സ്റ്റെപ്പ് ഞങ്ങൾ ഒരു 8:45 സമയത്താണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്ഥിരം കയറുന്നത് പോലെയാണ് മിന്നൂസും ഷാരൂസും മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട്. പിന്നെ എനിക്കൊരു സംശയം, ഭക്തജനങ്ങൾ കുറവാണെന്നൊരു സംശയം കേട്ടോ ഈ പ്രാവശ്യം. അങ്ങനെ കേരളപ്പഴയുടെ ടോപ്പിലെത്തിയിട്ട് ഞങ്ങൾ ഗജപൂജ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗജപൂജ ആനയോട്ടിന് പള്ള ഗജപൂജ ഉണ്ട്, അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആനയുള്ളൂ കേട്ടോ ഈ പ്രാവശ്യം. ആൾക്കാർ വളരെ കുറവാണ്. ഭഗവാനെ കണ്ട് നല്ല രീതിയിൽ തൊഴുതു ഞങ്ങളൊക്കെ ഇറങ്ങി. പിന്നെ നമ്മുടെ പരിചയക്കാരൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഷാലൂസും മിന്നൂസൊക്കെ, പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഗണപതി ഹോമം നടന്ന ഹോമമാണ് തന്നെ ഇടയ്ക്ക് പോകണം കേട്ടോ, തൊഴുത് വരാൻ വേണ്ടിയിട്ട്. ക്ഷേത്ര ദർശനത്തിനുള്ള ഭക്തജനങ്ങൾ പ്രസാദത്തിൽ പങ്കെടുക്കേണ്ടതാണ്. സ്വാമിയേ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. അങ്ങനെ അവിടെയും തൊഴുതിറങ്ങിയാൽ പ്രസാദം വാങ്ങാൻ വരി നിൽക്കണം കേട്ടോ. ആദ്യമൊക്കെ തിക്കും തിരക്കടിച്ച് ഇടി കൂടിയിട്ടൊക്കെയാണ് ഈ പ്രസാദം വാങ്ങാറ്. ആ ഒരു ഓർമ്മ നമുക്ക് വന്നുട്ടോ ഈ പ്രസാദം വാങ്ങാൻ നിൽക്കുമ്പോൾ. പക്ഷേ പഴയ മാതിരിയൊന്നുമല്ല, ഇപ്പോൾ വളരെ പിശുക്കിയാണ് ഈ പ്രസാദങ്ങളൊക്കെ കൊടുക്കുന്നത്. പഴയത് അങ്ങനെയല്ല, നമ്മൾ തിക്ക് തിരക്കടിച്ചിട്ട് ഓരോ വാരലാണ് സംഭവം. നമുക്ക് അധികം വേണ്ട, പക്ഷെ അതൊരു രസമായിരുന്നു. ഇപ്പൊക്കെ പലതും പല രീതിയായിരിക്കും. കാരണം വെച്ചാൽ ഞങ്ങൾ ആദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിക്ക് കൂടിയിട്ട് വാങ്ങാം, പക്ഷെ ഒരു രസം തന്നെയായിരുന്നു കേട്ടോ. പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്നു. അതേ വീഡിയോ എടുക്കുമ്പോൾ അഖിൽ നിന്ന് വീഡിയോ എടുത്തോ. പ്രസാദം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ആനയൂട്ടിനുള്ള റെസീവ് എടുത്ത് ആനയൂട്ടിനുള്ള സാധനങ്ങൾ വാങ്ങാൻ നിന്നു കേട്ടോ. അവിടെ നിന്ന് 30 രൂപയാണ് ഒരു ആനയൂട്ടിന്. 2 ആനയൂട്ട് കഴിച്ചു. സംഭവം 4 പഴമാണ് കിട്ടിയത്. 4 പഴം പിന്നെ ഒന്നുമില്ല അതിൽ, ഉള്ളതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവസാനത്തെയാണ് ഷാലൂസിനും മിന്നൂസിനും കിട്ടിയത്. അപ്പോൾ ഷാലൂസ് പരമാവധി അതിലുള്ളത് പറഞ്ഞ് ഓരോന്ന് എടുക്കുന്നുണ്ട്. മിന്നൂസിന് നമ്മുടെ ഒരു 4-5 പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആനയൂട്ടിന് നമുക്ക് പോവാട്ടാ, വാങ്ങിയിട്ടുണ്ട് 2 പേരും. ആനയൂട്ടിന് വന്ന് നിന്നപ്പോഴാണ് നമ്മുടെ ചങ്ക് വണ്ടംകടി എത്തിയിട്ടാ. നമ്മുടെ ശരത്ത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ആ ഉണ്ണിനെയും കൊണ്ട് ആ സമയത്ത് അവിടെ വന്ന് കറക്റ്റ് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആനയൂട്ടിന് നിൽക്കണം കേട്ടോ, ആനയ്ക്ക് പഴമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആനയ്ക്ക് ഒരു ആനയുള്ളൂ, അത് കാരണം ഒക്കെ ആനയുടെ കാലിൻ്റെ അടിയിലാണ് കിടക്കുന്നത്.
കാരണം വെച്ചാൽ ആനയ്ക്ക് തിന്നാൻ പറ്റുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനയുണ്ട് ഇത്ര പേര് കൊടുക്കല്ലേ, അപ്പോൾ കുറേ തിന്നും, കുറേ ആൾ ചവിട്ടി കൂട്ടിയിട്ട് കുറേ കാലിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആന ചിലത് വാങ്ങി കഴിക്കും, ചിലത് നിലത്തിറും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കണത് ആന. സംഭവം 3 ആന 5 ആനയ്ക്ക് ഉണ്ടാവാറുണ്ട്, ഏറ്റവും കുറവ് 3 ആനയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ ഒരു ആനയുള്ളൂ, പോയി ബാക്കോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൊടുക്കാൻ നിൽക്കുന്നുണ്ട്, ചെറിയ പേടിയുണ്ട്. ആനയ്ക്ക് ഈ പഴമൊക്കെ കൊടുക്കാൻ വേണ്ടി ചെറിയ പേടിയുണ്ട് എല്ലാവർക്കും. ആനയൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ എല്ലാവരും കൂടി കഞ്ഞി കുടിക്കാൻ നടക്കുമ്പോൾ നമ്മുടെ ഒരു വല്യമ്മേനെ കണ്ടു. വല്യമ്മയാണ് നല്ല സ്നേഹമുള്ള വല്യമ്മയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഞ്ഞി കുടിക്കാൻ പോകാൻ നോക്കിയപ്പോൾ നല്ല വരിയാണ്. അപ്പോൾ വരി നിന്ന് കഞ്ഞി കുടിച്ചിട്ട് വരാം, നല്ല വിശപ്പുണ്ട്. എല്ലാവരും അങ്ങനെ കഞ്ഞി കുടിച്ച് വയറ് നിറഞ്ഞ് അമ്പലത്തിൻ്റെ ആലിൻ്റെ അവിടെ ചവിട്ടുപടിയുടെ അവിടെ എല്ലാ കൂട്ടുകാരികളൊക്കെ ആയിട്ട് വർത്താനം പറയാം കേട്ടോ. കാരണം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ കൊല്ലം ഞങ്ങളിവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാം ഇറങ്ങാറുള്ളൂ. അമ്പലത്തിൽ ഒരു ഒറ്റ ആളിലേട്ടാ, എല്ലാവരും പോയി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഒരു 12 മണി 12:30 ആയിൻ്റെ. അപ്പോൾ നല്ല കാറ്റാണ്. കാറ്റ് മാത്രമല്ല, ഈ ആലിലകൾ ഇങ്ങനെ ആടുമ്പോൾ നല്ലൊരു അനുഭൂതി എന്ന് പറയില്ല, ആ സംഭവമാണ്. കാരണം ഈ ആലിൻ്റെ കടയ്ക്ക് ആ കാറ്റ് കൊണ്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ടെൻഷനൊക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ ടെൻഷനൊക്കെ പോയി നല്ല എയിമൗണ്ടാണ്. ഞങ്ങളിങ്ങനെ മെല്ലെ ഇറങ്ങാനുള്ള ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇത്ര പേരുള്ള ആകെ, ബാക്കി എല്ലാവരും പോയി കണ്ടത് ഒറ്റ ആളില്ല, ശാന്തിമാരും ആയിരിക്കും. അപ്പം അങ്ങനെ കേരളപ്പണിയിലത്തെ ആനയൂട്ടൊക്കെ കഴിഞ്ഞു. അവസാനത്തെ പേരാണ് ഞങ്ങൾ കേട്ടോ. ഞങ്ങൾ 3 പേരാണ് അവസാനം. കാരണം എല്ലാ കൊല്ലം ഇതേമാതിരി അവിടെ ചവിട്ടുമ്പോൾ ഇരുന്നിട്ട് ആലിൻ്റെ താഴെ ഇരുന്നിട്ട് ഞങ്ങൾ സംസാരിച്ച് എല്ലാ കൂട്ടുകാരികളായി സംസാരിച്ചിട്ട് ലാസ്റ്റാണ് വരാറ്. അപ്പോൾ കണ്ടാ ബാക്ക് സൈഡിൽ നോക്കിയാൽ ഒറ്റ ആളില്ലേ, കണ്ടാ ചവിട്ടുമ്പി നോക്കിയാൽ ഒറ്റ ആളില്ലേ, ആല് മാത്രമുണ്ട്, പിന്നെ ഞങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ പോവാറ്. അപ്പോൾ മിന്നൂസ് അവിടെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ, താഴെയുണ്ട് ചവിട്ടുപടി ഓടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാ സീസണിലും പോവാറ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരും പിന്നെ ഇപ്പോൾ കൂട്ടുകാരന്മാരെയൊക്കെ കാണാം. അപ്പം അങ്ങനെ കണ്ട് കുറേ ആൾക്കാർ സംസാരിക്കാൻ പറ്റി. പിന്നെ ഇപ്പം ഞങ്ങൾ ഇനി തിരിക്കാനുള്ള പരിപാടിയാണ്, ഇപ്പോൾ ചവിട്ടുപടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോസിൽ കാണാം. നമ്മുടെ മിന്നൂസ് താഴെയുണ്ട്, മിന്നൂസ് താഴെയുണ്ട്. അപ്പോൾ അടുത്ത പുതിയ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഇങ്ങനത്തെ കുടുംബപരമായ എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ പോകണതായിരിക്കും. പിന്നെ ഒരു പ്രത്യേക കാര്യം, അടുത്ത മാസം തൊട്ട് നമ്മുടെ കാവടിപ്പണി തുടങ്ങണം. അപ്പം ഇനി കാവടിപ്പണിയുടെ വീഡിയോസ് വരും, പിന്നെ കാവടി ആട്ടത്തിൻ്റെ വീഡിയോസ് ഇനി വരാൻ പോകണം കേട്ടോ. പിന്നെ കൃഷിപ്പണി തുടങ്ങണം, അതിനും വരാൻ പോവാണ്. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി സഹായിക്കാം കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ